നമസ്കാരം. നവകേരള യാത്രക്കിടയിൽ പ്രതിഷേധക്കാരുടെ തല അടിച്ചു പൊളിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്ക് ഒടുവിൽ കാലം കാത്തുവെച്ച തിരിച്ചടി ലഭിച്ചു. അന്ന് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമെന്ന് വിളിച്ച് ന്യായീകരിച്ച അതിക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഗൺമാന്മാരെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത്. നിലവിലെ ആലപ്പുഴ MLA AD തോമസിനെ തെരുവിലിട്ട് തല്ലിയ കേസിൽ പുനരന്വേഷണം ആരംഭിക്കുന്നതോടുകൂടി ആഭ്യന്തര വകുപ്പിലെ ഈ ഗുണ്ടായിസം നടത്തിയവർ അഴിക്കുള്ളിലാകാൻ സാധ്യത ഏറെയാണ്. മനോരമ ന്യൂസ് ചാനലാണ് ഇത്തരമൊരു വാർത്ത ആദ്യം പുറത്തുവിട്ടത്. മർദ്ദനത്തിൽ വീഴ്ചയില്ല എന്നും അത് വെറും ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്നും പറഞ്ഞുകൊണ്ട് പഴയ സർക്കാർ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് AD തോമസ് ഉടൻ തന്നെ പരാതി നൽകും. മർദ്ദനമേറ്റവരുടെ പ്രതീകമായിട്ടാണ് താൻ ആലപ്പുഴയിൽ മത്സരിച്ചത് എന്നും പോലീസിന്റെ അതിക്രമത്തിനെതിരെയുള്ള ജനവിധിയാണ് ഇത് എന്നും തോമസ് പ്രതികരിച്ചു. അവരോട് വ്യക്തിപരമായ വിരോധങ്ങളൊന്നും തന്നെയില്ല, കണ്ടാൽ ചായ കുടിക്കും, പക്ഷെ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണമെന്നും AD തോമസ് വ്യക്തമാക്കി. 2023 നടന്ന നവകേരള യാത്രക്കിടയിൽ കണ്ണൂരിലും ആലപ്പുഴയിലും അരങ്ങേറിയത് സമാനതകളില്ലാത്ത പോലീസ് ഗുണ്ടായിസമായിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ തോക്കുമായി സഞ്ചരിക്കേണ്ട ഗൺമാന്മാർ എസ്കോർട്ട് വാഹനത്തിൽ ഒളിപ്പിച്ചു വെച്ച വടിയുമായി പുറത്തിറങ്ങിയാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല തല്ലിക്കേറിയത്. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷം പിന്നാലെ വന്ന് ആളുകളെ മർദ്ദിക്കുന്നത് ഏത് പോലീസ് മാനുവലിൽ ഉള്ളതാണ് എന്ന ചോദ്യത്തിന് അന്ന് മറുപടി ഉണ്ടായിരുന്നില്ല. സാധാരണ ലാത്തിയേക്കാൾ നീളമുള്ളതും കാവലിരുന്ന് തന്നെ വീശിയടിക്കാവുന്നതുമായ പ്രത്യേകതരം ദണ്ഡാണ് ഗൺമാൻ സന്ദീപും സംഘവും ഉപയോഗിച്ചത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ഇത്തരം ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടന്നത് വലിയ ചട്ടലംഘനമായിരുന്നു. ഇടുക്കിയിൽ മാധ്യമപ്രവർത്തകനായ ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിച്ചുകൊണ്ടും ഇവർ തങ്ങളുടെ പ്രതാപം കാണിച്ചിരുന്നു. മുഖ്യമന്ത്രി ഇവരെ പരസ്യമായി ന്യായീകരിച്ചതോടുകൂടി ഈ ഉദ്യോഗസ്ഥർക്ക് ആരും ചോദിക്കാനില്ല എന്ന ധാരണയായി. എന്നാൽ ഭരണം മാറുകയും അന്നത്തെ ഇരയായിരുന്ന AD തോമസ് തന്നെ MLA ആയി സഭയിലെത്തുകയും ചെയ്യുന്നതോടുകൂടി കഥ മാറുകയാണ്. സ്വന്തം പദവിയെ മറികടന്നുകൊണ്ട് ക്രിമിനൽ സംഘത്തെ പോലെ പെരുമാറിയ ഗൺമാന്മാർക്ക് ഇനി കാക്കി ഊരി വെച്ചിട്ട് വീട്ടിലിരിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ ഈ കേസിൽ വമ്പൻ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ജംഗ്ഷനിൽ ബസിന് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ ലോക്കൽ പോലീസ് നീക്കുന്നതിനിടയിലാണ് ഗൺമാൻ കാറിൽ നിന്നും വടിയുമായി പുറത്തിറങ്ങി യുവാക്കളുടെ തലയിൽ അടിച്ചത്. മുഖ്യമന്ത്രിയുടെ ബസ്സിനൊപ്പം സഞ്ചരിച്ച് സുരക്ഷയൊരുക്കേണ്ടയാൾ പിന്നിലുള്ള കാറിൽ നിന്നിറങ്ങി വന്നിട്ടാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. സന്ദീപ് ഉൾപ്പെടെ എസ്കോർട്ട് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും മർദ്ദിക്കാൻ ഒപ്പം കൂടി. പോലീസുകാർ സാധാരണ ഉപയോഗിക്കുന്ന ലാത്തിയേക്കാൾ നീളമുള്ളതും കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ വീശിയടിക്കാൻ കഴിയുന്നതുമായ ഒടിയാത്ത ദണ്ഡാണ് ഗൺമാൻ ഉപയോഗിച്ചത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടക്കുന്നുവെന്ന ഗുരുതരമായ ചട്ടലംഘനവും ഇവിടെ സംഭവിച്ചു. അതേസമയം കേരളത്തിൽ ഭരണമാറ്റത്തിന് പിന്നാലെ പോലീസ് സേനയിൽ അടിമുടി അഴിച്ചുപണിക്ക് കളമൊരുങ്ങുന്നുമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തും എന്നതിനെ ആശ്രയിച്ച് പോലീസ് ആസ്ഥാനം മുതൽ ലോക്കൽ സ്റ്റേഷനുകൾ വരെ വിപുലമായ സ്ഥാനചലനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതോടുകൂടി ADGP മുതൽ SI റാങ്ക് വരെയുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ സമഗ്രമായ മാറ്റം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കസേരകൾ ഉറപ്പിക്കാനായുള്ള തിരക്കിട്ട ചരടുവലികൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ സജീവമാണ്. നിലവിലെ DGP രവാഡ ചന്ദ്രശേഖറിന് 15 മാസത്തെ സർവീസ് കൂടി ബാക്കിയുണ്ട്. സുപ്രീം കോടതി വിധി പ്രകാരം പോലീസ് മേധാവി സ്ഥാനത്ത് നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥന് 2 വർഷം കാലാവധി നൽകേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 2027 ജൂലൈ വരെ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കുമെങ്കിലും പുതിയ സർക്കാരിന്റെ നയം നിർണായകമാകും. സീനിയോറിറ്റി പരിഗണിക്കുകയാണ് എങ്കിൽ യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം എന്നിവരാണ് DGP സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ളവർ. മനോജ് എബ്രഹാമിന് 5 വർഷം സർവീസ് ബാക്കിയുള്ളത് അദ്ദേഹത്തിന്റെ അനുകൂല ഘടകമാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് വിവാദങ്ങളിൽപ്പെട്ട MR അജിത് കുമാറും പട്ടികയിലുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ തഴയപ്പെട്ട യോഗേഷ് ഗുപ്തയെ പ്രധാന ചുമതലയിലേക്ക് തിരികെ എത്തിക്കാൻ പുതിയ സർക്കാർ താൽപര്യപ്പെട്ടേക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിനും സ്ഥാനചലനം ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ട്. പകരം P വിജയൻ അല്ലെങ്കിൽ ദിനേന്ദ്ര കശ്യപ് എന്നിവർക്ക് ക്രമസമാധാന ചുമതല ലഭിച്ചേക്കാം. P വിജയനെ ക്രമസമാധാന ചുമതലയിലേക്ക് പരിഗണിച്ചാൽ
ദിനേന്ദ്ര കശ്യപിനെ ഇന്റലിജൻസ് മേധാവിയാക്കാനാണ് സാധ്യത. ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയ്ക്കും മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇടത് അനുകൂലികളായ ഉദ്യോഗസ്ഥരെ പ്രധാന തസ്തികകളിൽ നിന്നും മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അനുകൂല പോലീസ് സംഘടനകൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 10 വർഷമായി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, ആംഡ് പോലീസ് ക്യാമ്പുകൾ എന്നിവിടങ്ങളിൽ തുടരുന്നവരുടെ പട്ടിക സംഘടനകൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇവരെ കൂട്ടത്തോടെ ലോക്കൽ സ്റ്റേഷനുകളിലേക്ക് മാറ്റാനും പകരം കഴിഞ്ഞ ഭരണകാലത്ത് അകാരണമായി ജില്ലകൾക്ക് പുറത്തേക്ക് സ്ഥലം മാറ്റപ്പെട്ടവരെ തിരികെ നിയമിക്കാനുമാണ് നീക്കം. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിലെ AR ക്യാമ്പ്, കമ്മീഷണർ ഓഫീസ്, കൺട്രോൾ റൂം തുടങ്ങിയ ഇടങ്ങളിൽ റൈറ്റർ തസ്തികകളിൽ ഇരിക്കുന്ന ഇടത് സംഘടനക്കാരായ ഉദ്യോഗസ്ഥരെ ഇതിനോടകം തന്നെ മാറ്റാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഇവരെയെല്ലാം കൂട്ടത്തോടുകൂടി ലോക്കൽ സ്റ്റേഷനുകളിലേക്ക് കെട്ടിക്കാനാണ് നീക്കം. ഭരണം മാറിയതോടുകൂടി ഗൺമാന്മാരെ ചുറ്റിപ്പറ്റിയുള്ള ദൂർത്തിനും അന്ത്യമാകുകയാണ്. സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് കാട്ടി CPM നേതാക്കൾക്ക് വാരിക്കോരി നൽകിയിരുന്ന ഗൺമാൻ പടയെ പോലീസ് ആസ്ഥാനത്തേക്ക് തിരിച്ചു വിളിക്കാൻ നടപടി തുടങ്ങി. EP ജയരാജൻ, P ജയരാജൻ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർക്കും പരാജയപ്പെട്ട ഒരു മുൻ കൗൺസിലർക്കും വരെ നൽകിയ ഗൺമാൻ സുരക്ഷയും റദ്ദാക്കും. ഏകദേശം 500ഓളം പോലീസുകാരാണ് ഇത്തരത്തിൽ നേതാക്കൾക്ക് പിന്നാലെ നടക്കുന്നത്. ഇവരെയെല്ലാം ക്രമസമാധാന ചുമതലയിലേക്ക് മടക്കി കൊണ്ടുവരാനാണ് തീരുമാനം. അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരാണ് എന്ന് ഉറപ്പാക്കുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ ഇഷ്ടക്കാരെ ഗൺമാന്മാരാക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കിടയിലും സമ്മർദ്ദം മുറുകുന്നുണ്ട്.